ഹായ് ഗായ്സ്, അപ്പോൾ ഇത് നമ്മളെ ബാംഗ്ലൂർ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. നമ്മൾ പിറ്റേ ദിവസം തന്നെ ചിക്കമംഗ്ലൂർ വന്നായിരുന്നു. ഇതാണ് നമ്മളുടെ വീട്. ഇപ്പം നമ്മളിവിടെ വന്നിട്ട് 2 ദിവസമായി. ഞാനിപ്പോഴാണ് വ്ളോഗൊക്കെ എടുക്കുന്നത്. നമ്മളിപ്പോൾ അച്ഛൻ്റെ ജോലി സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. സൈറ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിപ്പം ചിക്കമംഗ്ലൂരാണ് വന്നിട്ടിപ്പോൾ ഒരു ദിവസമായി. എനിക്ക് ഇന്നലെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല, നല്ല ക്ഷീണമുണ്ട്. നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങി, ഇന്നലെ ഫുള്ള് ഉറങ്ങി. എന്നിട്ട് നമ്മൾ ഇന്നാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങിയത്. എൻ്റെ അച്ഛൻ ഇവിടെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയത്തില്ല, എന്നാലും അറിയത്തൊക്കെ പറയാണ്. അച്ഛൻ ചിക്കമംഗ്ലൂരാണ്. മറ്റേ കിണറിൻ്റെ വർക്ക്, ഇതൊക്കെ അച്ഛൻ്റെ സൈറ്റാണ്. അപ്പോൾ നമ്മളവിടെ വന്നതാണ്. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. സോ അതിൻ്റെ അടുത്തായിട്ടാണ് ഇവിടെ ചുമ്മാ വർക്കിൻ്റെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വീട്. അച്ഛൻ ഇവിടെ കിണറിൻ്റെ കോൺട്രാക്ട് വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിങ്ങൊക്കെയാണ് അവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ ഈ സാധനം ഇല്ല, ഇതെല്ലാം ഇവിടുന്ന് പൊളിച്ചിട്ട് വേറൊരു സ്ഥലത്തോട്ടാക്കാൻ പോവാം. അവിടെ പോവാന്നേ ഞാൻ അത് കാണിച്ചു തരാം. നല്ല രസമുണ്ട്. സോ ഗൈസ്, ഇതാണ് കേട്ടോ പുതിയ സ്ഥലം. ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തുനിന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് മാറ്റുവാന്ന്. അപ്പോൾ പുതിയതാ ഇത്. ഇനി അറിഞ്ഞെല്ലാം ഇവിടെ കൊണ്ടുവരുമെന്നാണ് അച്ഛൻ പറയുന്നത്. പിന്നെ ഒരു സ്റ്റോറിയല്ല, സത്യം പറഞ്ഞാൽ ഇവിടെയാണ് ഞങ്ങൾ എല്ലാ വെക്കേഷനും ഇവിടെ വരും കേട്ടോ. അച്ഛൻ പണ്ടുതൊട്ടേ ഇവിടെയാണ്, കർണാടകയിലാണ് ജോലി ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ അറിയാത്ത കുറച്ച് പേര് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ യൂട്യൂബ് ഫാമിലി. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം അച്ഛൻ ഇവിടെ കർണാടകയിലാണ് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളെല്ലാ വെക്കേഷനും എൻ്റെ 1 വയസ്സ് തൊട്ട്, എൻ്റെ 1 വയസ്സിലെ ബർത്ത്ഡേ ഒക്കെ ഇവിടെ ആയിരുന്നു. സോ അന്ന് തൊട്ടേ ഞങ്ങൾ ഇവിടെ വരും. അപ്പം ഇതെൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എല്ലാ വട്ടവും ഓരോരോ വീട് മാറിക്കൊണ്ടേ ഇരിക്കും. നമ്മളിവിടെ റെൻ്റിനാണല്ലോ നിൽക്കുന്നത്. അപ്പം ഈ ഏരിയയിലുള്ള മിക്ക വീടുകളിലും ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഇത് മെയിൻ റോഡാണ് കേട്ടോ. കണ്ടോ, ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലം വരുന്നുണ്ട് പണിയുന്ന. നമ്മളിപ്പം ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വില്ല പണി നടക്കുന്നൊരു സ്ഥലം കേട്ടോ. മറ്റേ വില്ല ആ ടൈപ്പ് ഇത് വരാനുള്ള. അപ്പോൾ എന്നും അച്ഛൻ ഇവിടെ നടക്കാൻ വരും വൈകിട്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നു നടക്കാൻ വേണ്ടിയിട്ട്. നല്ല സൺസെറ്റിൻ്റെ ടൈം കേട്ടോ. സൺലൈറ്റ് അടിക്കുമ്പോൾ നല്ല രസമുണ്ട്. കൊള്ളാം സ്ഥലം. ഞാൻ ആദ്യമായിട്ടോ ഇവിടെ വരുന്നത്, കാരണം ഇതിപ്പം പണി തുടങ്ങിയതേ ഉള്ളൂ. പണ്ടൊന്നും ഇവിടെ വരുമ്പോൾ ഇത് കണ്ടിട്ടില്ല എന്നല്ല, അന്നേരം ഇത് പണിഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു ഇടയ്ക്ക് വന്നതാണ്. വീടൊക്കെ കെട്ടി പകുതിയായി. ഇതൊരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അച്ഛനും അമ്മയൊക്കെ ബാക്കിൽ നടക്കും കേട്ടോ. അമ്മേ ഇനി കുറച്ച് നടന്നപ്പോൾ തന്നെ അണയ്ക്കുന്നു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നടന്ന് നമ്മൾ കുറേ എത്തി. അവിടെ ഹെലിപാഡുണ്ട് കാണുന്നത്. ചിരിച്ചോ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങൾ പണ്ട് താമസിച്ച വീട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു വയലിൻ്റെ നടുക്ക് ആ മേളിലത്തെ താഴെ ഓണറും മേളിയായിരുന്നു നമ്മൾ താമസിച്ചത്. കണ്ടോ, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീടായിരുന്നു. പക്ഷേ ഇവിടുന്ന് നമ്മൾ മാറി. അങ്ങനെ നമ്മൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവരവരെ ഹൗസ് വാമിങ്ങിൻ്റെ ഫോട്ടോയും ആൽബവും ഒക്കെ നമുക്ക് കാണിച്ചു തന്നു. Hi guys, yeah.
അങ്ങനെ കല്യാണമുണ്ട് ഗീസ്. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണം. മലയാളികളാണ് അവർ. അപ്പം നമ്മൾ റെഡിയായി പോവാൻ. എന്താ ഇവരൊക്കെ ഉണ്ട്. നടച്ചു ഞാൻ കാണിച്ചു തരാം. ഔട്ട്ഫിറ്റ്. പുറത്തിറങ്ങിയ ചൂട് തന്നെ, ഉള്ളിലിരിക്കുമ്പോൾ തണുപ്പ്. അങ്ങനെ നമ്മളെല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ ബ്രൈഡിനെയും ഗ്രൂമിനെയും കാണണമെങ്കിൽ തന്നെ നമ്മൾ വലിയൊരു ക്യൂ നിൽക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് അരി അവർ കയ്യിൽ തരും. അതെടുത്തിട്ട് അവർക്ക് അനുഗ്രഹം കൊടുക്കണം എല്ലാവരും. അവിടുത്തെ ഒരു ആചാരം പോലെയാണ്. നമ്മളെല്ലാവരും പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമായിരുന്നു. വലിയൊരു ക്യൂ തന്നെയായിരുന്നു അത്. കഴിക്കാൻ വന്നു ഗൈസ്. ഗൈസ് നമ്മൾ അച്ഛൻ്റെ സൈറ്റിൽ വന്നു. പണി നടക്കാൻ. പൂവടികളിൽ ചുറ്റും കൃഷിയാണ് ഇവിടെ. ചിക്കമംഗ്ലൂരാണിത്. നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം. കാണിച്ചതാ. ഞാൻ ചുറ്റും ഇതാണ്ടോ. എൻ്റെ പേരെന്തുവായിരുന്നു? പനയില്ലേ? ആ യെസ്, പന. പാക്ക് നിൽപ്പുണ്ട് ഗൈസ്. നിങ്ങളതിനെന്താ? ഞാൻ കണ്ട് ചെളിയുണ്ടായിരുന്നു. ഷിറ്റ്. ഇതാണ് ഇതാണ് ഗൈസ് ഇപ്പം പണി നടക്കുന്ന കിണർ. ഫുള്ള് കോളിഫ്ലവർ കൃഷിയാണ് ഗൈസ്. എന്താ ഏരിയ മൊത്തം കൃഷിയാ. ഞങ്ങളെ ടെന്റിനകത്ത് കയറി ഗൈസ്. ഹായ്. അവിടെ ജോലി നടക്കുക. നമുക്ക് കാപ്പി കിട്ടി ഗൈസ്. കൊടുക്കുന്ന ചൂട്. മധുരം വേണമായിരുന്നു. ഞാൻ അവിടുന്ന് കയറി മേടി വന്നു. ഇവിടെ പുഴയുണ്ടെന്ന് പറഞ്ഞു. യോ അടിപൊളി. സൂപ്പർ വ്യൂ. ഉണ്ടോ ഗൈസ്? നല്ല രസമുണ്ട്. സൺസെറ്റ് ടൈമായി. ഓക്കെ. അവിടെ എല്ലാവരും വന്ന് തുണി കഴുകി കുളിക്കുകയൊക്കെ ചെയ്യുന്നു. ഗ്ലോ ചെയ്യുന്നു സ്കിൻ. അയ്യോ കൊള്ളാമില്ലേ ഇത്? പക്ഷെ തണുപ്പ് തുടങ്ങി കേട്ടോ. തണുപ്പായി വരുന്നു. ആ ഇപ്പുറത്തെ വശത്ത് മറ്റേ തോട്ടം, ഇപ്പുറത്ത് ഇത്. ഈ പൂ നോക്കി നല്ല ഭംഗിയുണ്ട്. അയ്യോ കണ്ട, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പൂ കണ്ടിട്ടില്ല. അവിടെ മൊത്തം നിൽക്കുന്നു. കണ്ടല്ലേ? നമ്മുടെ നാട്ടിലേ ബൊക്കെ ഉണ്ടാക്കത്തില്ലേ? ഇതുവഴി പോവും. അപ്പോൾ അതിനകത്തൊരു ജിപ്സം ഫ്ലവർ വെക്കും. അതിന് നാട്ടിൽ നല്ല റേറ്റാ. കല്യാണത്തിനൊക്കെ വെക്കുന്നതാ. കല്യാണ പെണ്ണ് തലയിൽ വെക്കും, ബൊക്കയിൽ വെക്കും, ഒക്കെ വെക്കും. അതിവിടെ കാട്ടിൽ കിളിച്ചിരിക്കുന്നു ഗൈസ്. ഇതുണ്ടോ? കാട്ടി ബോഗനില്ല കളിച്ചിരിക്കുന്നു. ഇവിടെ എങ്ങും ചെടിയില്ലാതെ തോന്നുന്നു. ഞങ്ങളമ്മ ചെടി വെച്ചു. കാട്ടി നല്ല ഫ്രെയിമിൽ
കരിമ്പ് കൃഷി വിളവെടുത്തിട്ട് നിർത്തിക്കാൻ തോന്നുന്നു. അയ്യോ അയ്യോ, നമ്മൾ പോവാണ് ഈ സ്ട്രീറ്റിലോട്ട്. ഗൈസ്, നമ്മൾ ഷോപ്പിങ്ങിന് പോവാം. അടുത്ത് തന്നെ, വീടിൻ്റെ അടുത്ത് തന്നെ, നടന്നു പോവാം. ഇതെന്തില്ലേ? അതാ എനിക്ക് ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തു. നമ്മൾ പൊതുവേ സാരി അവിടെ നിന്ന് വാങ്ങാൻ ശ്രമിക്കാറുണ്ട്, കാരണം ഇവിടുത്തെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കുറവായിരിക്കും. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് ഇവിടുത്തെ മെയിനായിട്ടൊരു കുപ്പിയോളയുടെ ഷോപ്പുണ്ട് കേട്ടോ. അവിടെ എല്ലാ വെറൈറ്റീസ് ഓഫ് കുപ്പിയോളയുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്നും കുറച്ച് വളയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് കുപ്പിയോളയൊക്കെ വാങ്ങി. ഇവിടെ നല്ല അത്യാവശ്യം കുപ്പിയോള കിട്ടും. ഈ വട്ടം ഭയങ്കര റേറ്റ്. പണ്ട് നല്ല വിലക്കുറവിന് കിട്ടിയ സാധനം 3 സെറ്റ് കുപ്പിയോള വാങ്ങി 350 രൂപ. മറ്റേ ഇപ്പോൾ റെയിൻ ഡ്രോപ്സിൻ്റെ മോഡൽ ഇറങ്ങിയില്ലേ, അത് നോർമലല്ല, ഇനി അതുകൊണ്ടായിരിക്കും. നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങി വീട്ടിൽ എത്തി. അപ്പം ബൈ. ഗൈസ്, ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് നൈക്കിയിൽ ഇപ്പോൾ പിങ്ക് സെയിൽ അടക്കുന്നുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആയതുകൊണ്ട് അച്ഛൻ പൈസ കൊടുത്തോളമല്ലോ. ഓട് ഞാൻ അങ്ങോട്ട് ചെയ്തു. കൊള്ളാമില്ലേ ബോക്സ്? ഫസ്റ്റ് ടൈം എനിക്ക് ഇങ്ങനത്തെ ബോക്സ് കിട്ടുന്നു. അപ്പം നമുക്കകത്ത് എന്തുവന്ന് നോക്കാം. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ ഞാൻ വയ്ക്കുന്ന മോയ്സ്ചറൈസർ സിമ്പിളുണ്ട്. പിന്നെന്താ, പിന്നെ മാഴ്സ്. ഇത് ഞാൻ റീപർച്ചേസ് ചെയ്തതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. മാഴ്സിൻ്റെ പ്രൈമർ. പിന്നെ ഇതും റീപർച്ചേസാണ്. മാഴ്സിൻ്റെ സെറ്റിംഗ് സ്പ്രേ. ഇതെന്തുവാ, ഇതെനിക്ക് ഫ്രീബി കിട്ടിയ കേട്ടോ. വാവ്, മാഴ്സിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കും. പിന്നെ ഇതെന്തുവാ, ഇതെന്താ സാധനം? ഫേസ് സ്കാനറുടെ ലിപ് കളർ. ഇതെനിക്ക് ഫ്രീബി കിട്ടിയ കേട്ടോ. അത് രണ്ടും. ഇത് സംഭവം എന്ന് പറയാൻ, ഞാൻ ബാംഗ്ലൂരോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പാക്ക് ചെയ്തതിൻ്റെ പെട്ടിയിൽ നിന്ന് ഇത്രയും ഉണ്ടായിരുന്നു മിസ്ലർ വാട്ടർ. ഇത്രയും പോയി ഗൈസ്. അങ്ങനെ ഞങ്ങളോട് ഓർഡർ ചെയ്ത് ഇതൊക്കെ എന്താ? ഇതും ഫ്രീ കിട്ടിയ കേട്ടോ. കോട്ടൺ പാഡ്, മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന ലിപ് മാസ്ക് ആണ്. ഇത് ഞാൻ കുറേ നാളുണ്ട് ശരിക്കും ട്രൈ ചെയ്യണം. നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു. സേവ് ആയിട്ട് അത് വാങ്ങിയിട്ട് ഓഫർ ഉണ്ടായതുകൊണ്ട്. ഇപ്പം ഇത്രയും പ്രൊഡക്ട്സ് ആട്ടോ ഞാൻ വാങ്ങിയത് ഗൈസ്. എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് വയ്യ, പനി പിടിച്ച് ഇവിടെ കിടപ്പാം. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചതിനകത്ത് ആഡ് ചെയ്യാന്ന്. ഇത് നമ്മളെ ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. ഇന്ന് ഇതാട്ടോ നമ്മൾ താമസിക്കുന്ന വീട്. നാളെ പോകും കേട്ടോ വീട്ടിൽ തിരിച്ച് കേരളയിലോട്ട്, കൊല്ലത്തോട്ട് പോകും നമ്മൾ. അപ്പോൾ ഇതായിരിക്കും ലാസ്റ്റ് വീഡിയോ. നാളെ ഒന്നും എടുക്കത്തില്ല, കൂടെ ട്രെയിനിൽ പോകുന്നതൊക്കെ ആയിരിക്കത്തില്ലേ. അപ്പോൾ അതൊന്നും എടുക്കണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മളിപ്പോൾ നമ്മളൊരു ചേച്ചിയുടെയൊക്കെ വീട്ടിലോട്ട് കേട്ടോ. നമ്മളിപ്പോൾ എന്നാലും പോകുന്നതാണ്. നമ്മളെ ഫാമിലി ഫ്രണ്ടാണ്, ക്ലോസ് ആണ് ഭയങ്കരമായിട്ട്. സോ നമ്മളങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ സ്കൂട്ടിക്കകത്തോട്ടോ പോകുന്നത്. അമ്മ ഓടിക്കും.
അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ ചെന്ന് പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ കോഫി കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മൾ വീട്ടിലോട്ട് പോയിട്ടോ. നമ്മൾ വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായി, നൈറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഇത് കണക്കൊരു പൂക്കട കണ്ടു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിർത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നാട്ടിലൊന്നും ചെടിയില്ല, ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ഈ കാട്ടിലെല്ലാം ചെടി വിച്ച് ഉള്ള കാട്ടിൽ നിന്നെല്ലാം പോയി ചെടി വിച്ചിക്കൊണ്ട് വന്നു നാളെ കൊണ്ടുവരാൻ. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മൾ നേരത്തെ ഇറങ്ങി കേട്ടോ. കാരണം നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് നല്ല ദൂരമുണ്ട്, ഒരു 5 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ കൂടെ അച്ഛൻ വരുന്നില്ല കേട്ടോ, നമ്മളുടെ ഒരു ആൻറ്റിയും അങ്കിളും ആണ് നമ്മളിവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. നല്ല ഉച്ചയായപ്പോഴാണ് എത്തിയത്, അതുകൊണ്ട് നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രി ഒരു 10 മണിയാന്ന് തോന്നുന്നു ആയപ്പോൾ നമ്മളെ കൊല്ലത്തെത്തി. പിറ്റേന്ന് തന്നെ എനിക്ക് വയ്യാതായി, നല്ല പനിയായി. സോ ഞാൻ അന്നേരം തന്നെ കയ്യോടെ മരുന്ന് മേടിക്കാൻ ആശുപത്രിയിൽ പോയിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ വ്ളോഗ്. അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.